السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. صدق الله مولانا العظيم. إذا أحب الله تعالى عبدا أعطاه الرفقا. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ അല്ലാഹുവിൻ്റെ മുഹിബ്ബീങ്ങളായ മുത്തഖീങ്ങളിൽ അല്ലാഹു സാധുക്കളായ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ പടച്ച തമ്പുരാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അവസരം ഒരുക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിൻ്റെ അഹ്ലുകാരായി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. കുറേ ആഴ്ചകളായി അല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന വിഷയം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പ്രബോധനത്തിൻ്റെ ദൗത്യവുമായി കടന്നുവന്ന ആദ്യഘട്ടം അഥവാ മക്ക ജീവിതത്തിൻ്റെ നീണ്ട 13 വർഷക്കാലം. 40 വയസ്സിൽ നബൂവത്ത് കിട്ടി. അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി പൂർണ്ണമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ആ നീണ്ട 13 വർഷക്കാലം സമൂഹത്തിൻ്റെ മുമ്പാകെ പുന്നാര നബി തങ്ങൾ സമർപ്പിച്ചതെന്തായിരുന്നു? നിങ്ങൾക്കറിയാം, കള്ളു കുടിക്കരുത് എന്നല്ല അവരോട് പറഞ്ഞത്. നിർബന്ധമായ ആരാധനകൾ കൃത്യമായും സമയത്ത് തന്നെ നിർവഹിക്കണമെന്ന മുന്നറിയിപ്പല്ല അവരോട് കൊടുത്തത്. ഈ നീണ്ട 10-ലധികം വർഷക്കാലം 5 വക്ത് നമസ്കാരം പോലും ഫർളാക്കപ്പെടാതെ നിഷിദ്ധമായ നീചമായ പല കാര്യങ്ങളും സമൂഹത്തിലുണ്ടായിട്ടും അരുതെന്ന് താക്കീതിന്റെ സ്വരത്തിൽ പറയാതെ, മദ്യപാനമടക്കമുള്ള കുറ്റകൃത്യങ്ങളുള്ള ഒരു സമൂഹത്തിന്റെ മുഖത്ത് നോക്കി അരുതെന്ന് പറയാതെ അവരുടെ ഖൽബുകളിൽ അല്ലാഹുവിന്റെ റസൂല് പണിയെടുത്തു. അവരുടെ മനസ്സുകളിലായിരുന്നു തിരുനബിയുടെ ഡ്യൂട്ടി. എന്തായിരുന്നു അവരുടെ ഖൽബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന് ചെയ്യാനുള്ളത്? ഉടമസ്ഥനുമായ റബ്ബുമായി പരിചയപ്പെടുത്തുക അവരെ. ആ നാഥനെ കുറിച്ചുള്ള ബോധം അവരുടെ ഹൃദയങ്ങളിൽ നിറക്കുക. ആ അല്ലാഹുവിനോടുള്ള സ്നേഹം എന്താണെന്നും ആ സ്നേഹത്തിന്റെ വില എന്താണെന്നും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ സമൂഹം റബ്ബുമായി പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് ആ നാഥനെ സ്നേഹിച്ച് പൂർണ്ണ മുഅ്മിനീങ്ങളായി മാറിയപ്പോൾ നിർബന്ധ കർമ്മങ്ങളുടെ കാര്യം അവരോട് പറഞ്ഞു, നിഷിദ്ധമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അത് അംഗീകരിക്കാനോ അനുസരിക്കാനോ അവർക്കാർക്കും തന്നെ ഒരു വൈമനസ്യവും പ്രയാസവും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ആദ്യം തന്നെ കള്ളുകുടിക്കരുത്, 5 വക്ത് മദീന പള്ളിയിൽ അല്ലെങ്കിൽ മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ സമൂഹത്തെ കിട്ടൂല. കിട്ടിയാൽ തന്നെ തിരക്കുണ്ടെങ്കിൽ അവർ അവരുടെ പാട്ടിന് പോകും. 13 വർഷക്കാലം നുബുവത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരുനബി ചെയ്ത ഡ്യൂട്ടിയാണ് ഈ പാവപ്പെട്ടവൻ നിങ്ങളുടെ മുമ്പാകെ ചെയ്യുന്നത്. ഉടമസ്ഥനായ റബ്ബിനെ പരിചയപ്പെട്ട് അവനെ സ്നേഹിച്ച് അവനിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ച് നമുക്ക് മരിച്ചു പോകാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങൾ, അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകളുടെ സ്വഭാവ ഗുണങ്ങളും ലക്ഷണങ്ങളുമാണ് നാം പറഞ്ഞു വന്നത്. അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാർ അല്ലാഹുവുമായി ബന്ധപ്പെട്ട സകലതിനെയും സ്നേഹിക്കും. റബ്ബിന്റെ ശിആറായി അവന് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത് അവകളോടൊക്കെ തന്നെ ആദരവും ബഹുമാനവും സർവോപരി സ്നേഹവും ഉണ്ടാകും. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്, അവന്റെ ശിആറുകളിലൂടെ. ആദ്യമായി ഹജ്ജിന് പോകുന്ന ഒരു മുസ്ലിം, ആദ്യമായി ഉംറയ്ക്ക് പോകുന്ന ഒരു മുസ്ലിം ആ കഅബ മന്ദിരത്തിലേക്ക്, ലോകത്തെ പ്രഥമ ആരാധനാലയത്തിലേക്ക് അവന്റെ ദൃഷ്ടി അങ്ങ് പതിക്കുമ്പോൾ അവനറിയാതെ അവന്റെ കണ്ണ് നിറഞ്ഞു പോകും, അവന്റെ മനം തുടിച്ചുകൊണ്ടിരിക്കും. പോയ ആളുകൾ ഇവിടെ. കഅബ മന്ദിരം ഒന്ന് കൺകുളിർക്കെ കാണുമ്പോൾ അവൻ കരയും. എന്തിനാ കരയുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത് ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ഹബീബ് അന്തിയുറങ്ങുന്ന നാട്ടിലെത്താനുള്ള ഉത്കടമായ കൊതിയോടെ അങ്ങോട്ട് യാത്ര ചെയ്തെത്തി. പുണ്യപൂമേനി അന്തിയുറങ്ങുന്ന റൗളാ ഷരീഫിന്റെ തിരുമുറ്റത്തെത്തി. ജനത്തിരക്കിനിടയിൽ പതുക്കെ പതുക്കെ ആ പരിശുദ്ധമായ ഖബർ കാണാൻ സാധിക്കില്ലെങ്കിലും അതിന്റെ മുറ്റത്തുകൂടെ നടന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻ, ഉമർ റളിയല്ലാഹു അൻ ആ ഖബറുകളുടെ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ചില വിശ്വാസികൾ പൊട്ടിക്കരയുന്നു, വിതുമ്പിക്കരയുന്നു. എന്തിനാണ് ആ കരയുന്നത്?
എന്തിനാണ് ആ കരയുന്നത്? അത് അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. പടച്ച തമ്പുരാനോട് താല്പര്യമുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിൻ ആ റബ്ബുമായി ബന്ധപ്പെട്ട സകലതിനെയും സ്നേഹിക്കും, ബഹുമാനിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കും. ആ ഖുർആനിന്റെ വാഹകരായ പരിശുദ്ധരായ മനുഷ്യന്മാരെ ആദരിക്കും, സ്നേഹിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ സ്നേഹിക്കും, അത് ശ്രവിക്കുന്നതിനെ സ്നേഹിക്കും. ഇങ്ങനെ റബ്ബുമായി ബന്ധപ്പെട്ട റബ്ബിന്റെ കലാമിനെയും നന്നായി സ്നേഹിക്കും. ഇതിനോടൊന്നും ഒരു സ്നേഹവും ആദരവും മനസ്സിൽ തോന്നുന്നില്ല. ഞാൻ അള്ളാന്റെ ആളാന്നും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ, എനിക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ, അള്ളാന്റെ ആളാണ് ഞാനെന്നും പറഞ്ഞ് ഇവകളോടൊന്നും സ്നേഹമോ താല്പര്യമോ മനസ്സിൽ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ റബ്ബിനെ അറിഞ്ഞിട്ടില്ല, ഉടമസ്ഥനായ റബ്ബിനെ അവർ സ്നേഹിച്ചിട്ടും ഇല്ല. ഖുർആനുമായി ബന്ധപ്പെടുക, പ്രവാചകരുടെ ആ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നതോടൊപ്പം അവിടത്തോടൊരു പ്രത്യേക താല്പര്യം മനസ്സിൽ. ഇതുള്ളവരാണ് മുഹിബ്ബീങ്ങൾ. ഒരു ജ്ഞാനി അദ്ദേഹത്തിന്റെ അനുഭവം മുസ്ലിം ലോകവുമായി പങ്കുവെക്കുന്നു. ജ്ഞാനിയായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട റബ്ബിനെ സ്നേഹിച്ച് കഴിഞ്ഞുകൂടിയ ആ സത്യസന്ധനായ അടിമ അദ്ദേഹം പറയുന്നു, ആദ്യകാലങ്ങളിലൊക്കെ, എന്റെ യുവത്വ സമയത്തിലൊക്കെ എനിക്ക് മുനാജാത്തിന്റെ ലഹരി നന്നായി കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ നമസ്കാരത്തിലും ദിക്റിലും ഖുർആൻ പാരായണത്തിലും ഞാൻ മുഴുകുമ്പോൾ എന്തൊന്നില്ലാത്ത വിവരണാതീതമായ ഒരു ആത്മീയ ലഹരി എനിക്കുണ്ടായിരുന്നു. വല്ലാത്ത ഒരു അനുഭൂതി, ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും സന്തോഷവും. അങ്ങനെ ഞാൻ മുനാജാത്തിന്റെ ആനന്ദത്തിൽ കഴിച്ചുകൂട്ടിയ ഞാൻ പിറകെ കാലം കുറച്ച് നീങ്ങിയപ്പോ എന്നെ ഒരു അലസതയും മടിയും പിടികൂടി. അലസതയും മടിയും വന്ന എന്നിൽ ഓത്ത് നിലച്ചുപോയി, ഖുർആൻ പാരായണം നിന്നുപോയി. മുമ്പത്തെ പോലെ ഞാൻ ദിക്ർ ചൊല്ലാറില്ല, ഞാൻ റബ്ബിനെ ഓർക്കാറില്ല, ആനന്ദം നഷ്ടപ്പെട്ടു. എങ്കിലും റബ്ബിനോട് എന്റെ ഉള്ളിൽ താല്പര്യമുണ്ട്. ഇങ്ങനെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കെ ഒരു സുപ്രഭാതത്തിൽ, അർദ്ധരാത്രിയിൽ, ഞാൻ ഉറങ്ങുന്ന സമയത്ത്, ഫസമിഅ്തു ഖായിലൻ യഖൂലു ഫിൽ മനാം, ഞാൻ നേർക്ക് നേരെ കാണുന്നത് പോലെ ഉറങ്ങുകയാണ് ഞാനെങ്കിലും നേർക്ക് നേരെ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഒരാൾ എന്റെ മുന്നിൽ വന്ന് പറയുന്നു, ഇൻ കുൻത തസ്അമു അന്നക തുഹിബ്ബുനി, നിന്റെ ജൽപ്പനം എന്നെ സ്നേഹിക്കുന്നു എന്നാണല്ലോ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്നതാണല്ലോ നിന്റെ അവകാശവാദം. എന്നിട്ട് ഫലിമ ജഫൗത കിതാബി അമാ തദബ്ബർത ഫീഹി, മുമ്പുള്ള താല്പര്യം ഇന്ന് നിനക്കില്ല. റബ്ബിന്റെ കലാമായ ഖുർആനിനെ നീ മറന്നു, അതുമായിട്ടുള്ള ബന്ധം നീ വിച്ഛേദിച്ചു. എങ്ങനെയാണ് പിന്നെ റബ്ബുമായി നിനക്ക് സ്നേഹമുണ്ടാകുന്നത്? ആ സ്നേഹം നീ വാദിക്കുന്നതിൽ നീ കള്ളനായി മാറുകയല്ലേ ചെയ്യുന്നത്? ഫന്തബഹ്തു, ഞാൻ ഞെട്ടി ഉണരുകയാണ്. വഖദ് ദഖല ഫീ ഖൽബി മഹബ്ബത്തുൽ ഖുർആൻ, ഉണർന്നപ്പോൾ എനിക്ക് ഖുർആനിനോടൊരു താല്പര്യം, ദിക്റിനോടൊരു ആവേശം. ഫആവത്തു ഇലാ ഹാലി, മുമ്പുള്ള അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചുപോയി. ഖുർആനുമായി ബന്ധപ്പെടുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ മഹാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്തവർ, ആ തിരുകലാമിനെ ബഹുമാനിക്കാത്തവർ വാസ്തവത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കാത്തവർ ആകുന്നു. ജ്ഞാനിയായ സഹിൽ റഹിമഹുല്ല പറയുന്നുണ്ട്, അലാമത്തു ഹുബ്ബില്ലാഹ് ഹുബ്ബുൽ ഖുർആൻ വഅലാമത്തു ഹുബ്ബിൽ ഖുർആൻ ഹുബ്ബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാമത്തു ഹുബ്ബിൻ നബിയ്യി ഹുബ്ബുസ് സുന്നത്തി വഅലാമത്തു ഹുബ്ബിസ് സുന്നത്തി ഹുബ്ബുൽ ആഖിറ വഅലാമത്തു ഹുബ്ബിൽ ആഖിറ ബുഗ്ളുദ് ദുനിയ വഅലാമത്തു ബുഗ്ളിദ് ദുനിയ അല്ലാ യഅഖുദ മിൻഹാ ഇല്ലാ സാദൻ ഇലൽ ആഖിറ. നല്ലൊരു ആശയമാണ്.
അള്ളാഹുവിനോട് സ്നേഹമുള്ള വിശ്വാസികൾ ആരായാലും ആ വിശ്വാസികളിൽ വ്യക്തമായി കാണാവുന്ന അടയാളം അലാമത്തു ഹുബ്ബില്ലാഹ് ഹുബ്ബുൽ ഖുർആൻ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിൻ തീർച്ചയായും ഖുർആനിനെ സ്നേഹിക്കും. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ് ഖുർആനിനോടുള്ള സ്നേഹവും അതുമായിട്ടുള്ള ബന്ധവും അത് പാരായണം ചെയ്ത് സമയം തള്ളി നീക്കലും. ഖുർആനിനെ സ്നേഹിക്കും അള്ളാഹിനെ സ്നേഹിക്കുന്നവൻ. വഅലാമത്തു ഹുബ്ബിൽ ഖുർആൻ, ഖുർആനിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം എന്താ? ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയെ സ്നേഹിക്കും. കാരണം ഖുർആനും നബിയും തമ്മിൽ ശക്തമായ ബന്ധമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വിട്ടകന്ന ഒരു ഖുർആനില്ല. ഖുർആനിന്റെ വാഹകർ വേണം. അത് കേവലം ജഡമല്ല, ഗ്രന്ഥമല്ല, അത് ജാമിഉൽ മുഅ്ജിസത്താണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച വടി, ഈസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച മരിച്ചവരെ ജീവിപ്പിക്കാനും മാറാവ്യാധി രോഗം മാറ്റാനും സാധിക്കുന്ന കഴിവ് മുഅ്ജിസത്ത്. എല്ലാ അമാനുഷിക കഴിവുകളും റബ്ബാനിയായ ഖുദ്റത്തുകളും സമാഹരിച്ചെടുത്ത ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ വാഹകൻ വേണം. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആന, പുണ്യ നബിയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഖുർആൻ മറ്റൊന്നായിരുന്നില്ല. നബിയുടെ സ്വഭാവം, അവിടുത്തെ പെരുമാറ്റം തന്നെയായിരുന്നു ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്കുന്നവർ പുണ്യ നബിയെ സ്നേഹിക്കും. വഅലാമത്തു ഹുബ്ബിൻ നബി, പുണ്യ നബിയെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം എന്താ? വെറും റബീഉൽ അവ്വൽ 12 വന്നു കഴിഞ്ഞാൽ നടുറോട്ടിലിറങ്ങി മുഹമ്മദ് സിന്ദാബാദ് എന്ന് മുഴക്കൽ മാത്രമല്ല എന്ന് പറയാം. അത് വേണ്ട. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു ഹുബ്ബുൻ നബി വേണ്ട. നമുക്ക് ജന്മദിനമാകാം, പുണ്യനബി പിറന്ന ആ സുദിനത്തെ ആദരിക്കാം, ബഹുമാനിക്കാം, അതിനൊന്നൊരു തെറ്റില്ല. പക്ഷേ ആ നബിയെ സ്നേഹിക്കുന്നത് പൂർണ്ണമാകുന്നത് എപ്പോഴാ? ഹുബ്ബുസുന്നത്തി, അവിടുന്ന് കാണിച്ചു തന്ന പരിശുദ്ധമായ ചര്യകളെ സ്നേഹിക്കണം. വെസ്റ്റേൺ കൾച്ചറല്ല വാരിപ്പുണരേണ്ടത്, പടിഞ്ഞാറിന്റെ സംസ്കാരമല്ല വാരിപ്പുണരേണ്ടത്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമങ്ങളെ സ്നേഹിച്ച് ആ പുണ്യനബി പഠിപ്പിച്ചു തന്ന മാർഗത്തെ സ്നേഹിച്ച് പിന്തുടരുക, അത് നബിയോടുള്ള സ്നേഹത്തിന്റെ വ്യക്തമായ അടയാളമാണ്. വഅലാമത്തു ഹുബ്ബിസ് സുന്നത്തി, നബിയുടെ സുന്നത്തിനോട് ചര്യയോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളം എന്താ? ഹുബ്ബുൽ ആഖിറ, പരലോകത്തോടുള്ള സ്നേഹം. പരലോകത്തെ സ്നേഹിക്കുക, ദുന്യാവിനെയല്ല. വഅലാമത്തു ഹുബ്ബിൽ ആഖിറ, പരലോകത്തെ സ്നേഹിക്കുന്ന വിശ്വാസിയുടെ അടയാളവും ലക്ഷണവും എന്താ? ബുഗ്ളുദ്ദിൻ ദുനിയ, ഈ ദുന്യാവിനോടുള്ള ആർത്തി ആ മനുഷ്യനുണ്ടാവില്ല. മരണം വരെ ആരുടെ മുന്നിലും കൈ കാണിക്കാതെ ഇസ്സത്തോടെ ജീവിക്കണം എന്നല്ലാതെ മറ്റൊന്നുണ്ടാവുകയില്ല. വഅലാമത്തു ബുഗ്ളുദ്ദിൻ ദുനിയ, ദുന്യാവിനോടുള്ള വെറുപ്പ്, അതിന്റെ അടയാളം എന്താ? അല്ലാ യഅഖുദ ഇല്ലാ സാദൻ ഇലൽ ആഖിറ, ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്നത് പാരത്രിക ലോകത്തേക്ക് ആവശ്യമായ ഭക്ഷണവും പദാർത്ഥവും. ഇവിടെ ഭക്ഷണം വേണം, താമസിക്കാൻ ഇടം വേണം, യാത്ര ചെയ്യാൻ വാഹനം വേണം. അതെന്തിനാ? ഇവിടെ കറങ്ങാനല്ല. സാദൻ ഇലൽ ആഖിറ, നമ്മുടെ തറവാടായ, നമ്മുടെ എന്നേക്കുമുള്ള ജീവിതത്തിന്റെ ഇടമായ, വാസസ്ഥലമായ ആഖിറത്തിലേക്ക് സഞ്ചരിക്കാനുള്ള കരുത്തിനു വേണ്ടിയാണ് ദുന്യാവിൽ ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത്, അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടത്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ 3 പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. 4-മത്തേത് അയ്യകൂന ഉൻസുഹു ബിൽ ഖൽവതി വമുനാജാതിഹി ലില്ലാഹി അസ്സ വജൽ ഫയുവാലിബു അല തഹജ്ജുദ്. 3 ലക്ഷണങ്ങൾ, അള്ളാഹിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ 3 അടയാളങ്ങൾ പറഞ്ഞു. 4-മത്തേതാണ് ഇന്ന് പറയുന്നത്. അയ്യകൂന ഉൻസുഹു ബിൽ ഖൽവതി വമുനാജാതിഹി ലില്ലാഹി അസ്സ വജൽ. ശരിക്കും ശ്രദ്ധിച്ചത് കേൾക്കുമ്പോൾ ഈ ഒരു അടയാളം എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കണം. ഒരാൾക്ക് ആനന്ദം, ഒരാൾക്ക് സന്തോഷം, ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് വിജനമായ ഭാഗത്തിരുന്ന് റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുന്നത് ആഗ്രഹമാണെങ്കിൽ, ആനന്ദമാണെങ്കിൽ, അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് റബ്ബിനോട് രഹസ്യ സംഭാഷണം, നാവ് വേണ്ട, നാവിന്റെ പ്രയോഗം വേണ്ട,
അതില്ലാതെ മനസ്സുകൊണ്ട് റബ്ബുമായിട്ട് സംവദിക്കുന്ന ആളുകൾ, റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുന്നവർ, അതവർക്ക് ആനന്ദമായി തോന്നുന്നുണ്ടെങ്കിൽ, അത് വലിയ സന്തോഷമുള്ള കാര്യമായി തോന്നുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചിരിക്കുന്നു. പടച്ചവനോട് മനസ്സുകൊണ്ട് സംസാരിക്കുക. നാവുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ സംസാരിക്കും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ, നിങ്ങൾ എൻ്റെ മുന്നിലാണല്ലോ, നിങ്ങൾ എന്ന് പറയുന്നത് പോലെ നീ എന്ന് പറഞ്ഞ് നാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഖൽബ് കൊണ്ട് ഞാനും നിങ്ങളും സംസാരിക്കുന്നുണ്ടോ? മുഹിബ്ബീങ്ങളായ ആളുകൾ രാവുകളുടെ ശാന്തസുന്ദരമായ സമയങ്ങൾ, രാത്രികളുടെ ഒഴിഞ്ഞ സമയങ്ങൾ റബ്ബുമായി സംസാരിക്കാൻ ഒഴിച്ചിടും. അതിനുവേണ്ടി അവർ തയ്യാറാകും. രാത്രികളുടെ യാമങ്ങൾ, ശാന്തമായ സമയങ്ങൾ, ഒഴിഞ്ഞ സമയങ്ങൾ ഉടമസ്ഥനുമായി സംസാരിക്കാൻ അവർ സെലക്ട് ചെയ്യും. അത്തരത്തിലുള്ള ആളുകൾ തഹജ്ജുദ് പതിവാക്കും. തഹജ്ജുദ് وَمِنَ اللَّيْلِ فَتَهَجَّدْ بِهِ نَافِلَةً عَسَىٰ أَن يَبْعَثَكَ رَبُّكَ مَقَامًا مَحْمُودًا. സൂറത്ത് ഇസ്രാഇന്റെ 72-ാമത്തെ വചനം. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഫർള് നിസ്കാരങ്ങളുടെ കാര്യം ഖുർആൻ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട്, ഫർള് നിസ്കാരം 3 വക്തേ കിട്ടുള്ളൂ എന്ന് ഒരു മൗലവി പറഞ്ഞത്. ആയിക്കോട്ടെ, ഹദീസും കൂടി ചേർക്കുമ്പോഴാണ് 5 കിട്ടുക. ഹദീസാണ് ഖുർആനിന്റെ വിശദീകരണം. ഏതായാലും ഫർള് നിസ്കാരങ്ങളുടെ ആ കാര്യം അല്ലാഹ് പറഞ്ഞിട്ട് തുടർന്ന് അല്ലാഹ് പറയാ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫില. നബിയെ, നിർബന്ധമായ മേൽ പറയപ്പെട്ട നമസ്കാരം മാത്രം പോരാ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫില. നിശാവേളകളിൽ അങ്ങ് ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് തഹജ്ജുദ് അനുഷ്ഠിച്ചു കൊള്ളുക. നാഫില, അത് ഐച്ഛികമായ ഒരു കർമ്മമാകുന്നു. പുണ്യം കൂടാൻ മതിയായ ഒരു കാരണമാകുന്നു നബിയെ. അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. നബിയെ, അങ്ങയെ സ്തുത്യർഹമായ സ്റ്റാൻഡേർഡുകളിലേക്ക് നാം അയക്കും. നബിയെ, ഉന്നതമായ തലങ്ങളിലേക്ക് നാം കൊണ്ടെത്തിക്കും. അതിനെന്ത് വേണം? തഹജ്ജുദ് നിസ്കരിക്കണം. മഖാമുൻ മഹ്മൂദ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പദവിയാണ്. ആ പദവി വേണ്ടേ? അതുകൊണ്ട് ഉറക്കിൽ നിന്നങ്ങ് എണീക്കുക. എന്നിട്ട് ആ രാത്രികളുടെ യാമങ്ങൾ ഞാനുമായി സംസാരിക്കാൻ ഉപയോഗപ്പെടുത്തൂ നബിയെ. ഫർള് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം കുറേ ഉണ്ടല്ലോ, നമുക്കറിയാലോ അല്ലെ? റവാത്തിബ് നിസ്കാരങ്ങളുണ്ട്, ളുഹാ നിസ്കാരമുണ്ട്, വിത്തറുണ്ട്, അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ഇതിലേറ്റവും പുണ്യമുള്ള സുന്നത്ത് നിസ്കാരം ഏതാ? സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ് കാണാം. നബിയോട് സഹാബത്ത് ചോദിച്ചു, അയ്യുസ് സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ. 5 നേരത്തെ ഫർള് നമസ്കാരത്തിനു ശേഷം പിന്നെ ഏറ്റവും പോരിശയുള്ള പുണ്യമേറിയ നമസ്കാരം ഏതാണ് നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വലാത്തുൽ ലൈൽ. സ്വലാത്തുൽ ലൈൽ രാത്രിയിലെ നമസ്കാരമാണ്. അതുകൊണ്ട് രാത്രിയുടെ അവസാന ഭാഗം പുണ്യനബി എന്നും സജീവമാക്കുമായിരുന്നു. ആയിഷ ബീവി അനുഭവം പറയുന്നുണ്ട്. രാത്രിയാണ് അള്ളാഹിനോട് സംസാരിക്കാൻ കൂടുതൽ നല്ലത്. എന്തുകൊണ്ടെന്നറിയോ? പല കാരണങ്ങളുണ്ട് അതിന്. തിരക്കൊഴിവ് എന്ന് മാത്രമല്ല, ഈ രാത്രിയിലെ സമയങ്ങളിൽ ദുർബലമായ ചില നിമിഷങ്ങളുണ്ട്. ആ സമയത്ത് അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ദുന്യാവിന്റെ കാര്യം ആണെങ്കിൽ പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഉത്തരം നൽകുന്നു. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ വന്ന ഹദീസ്, മാമിൻ ലൈല, ഓരോ രാത്രികളിലും ഓരോ സന്ധ്യകളിലും ഒരു സമയമുണ്ട്. യസ്അലുല്ലാഹ തആല റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ അടിമ അല്ലാഹുവിനോട് ചോദിക്കും, മിൻ അംരി ദുനിയാ വൽ ആഖിറ, ദുന്യാവിന്റെ കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ ആ രാത്രിയുടെ സമയങ്ങളിൽ മുസ്ലിമായ ഒരു മനുഷ്യൻ ചോദിച്ചാൽ,
എല്ലാ രാത്രിയിലും ചുരുങ്ങിയ ഒരു സമയമുണ്ട്. ആ സമയത്ത് മുസ്ലിമായ മനുഷ്യൻ ദുന്യാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ ചോദിച്ചാൽ ഇല്ലാ അഅ്താഹു ഇയ്യാഹു, ഉടനെ തന്നെ ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകും. ഇത് വെള്ളിയാഴ്ച രാവിലാണോ? അല്ല. വദാലിക കുല്ല ലൈലത്തിൻ, മുത്തുനബി പറഞ്ഞു ഈ സംഭവം എല്ലാ രാത്രികളിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മള് മോളെ കെട്ടിക്കണ ബുദ്ധിമുട്ടോ വീട് പണിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ദുന്യാവിന്റെ ഉണ്ട്, ഇതൊക്കെ അങ്ങോട്ട് സമർപ്പിക്കാം. രാത്രികളുടെ സമയങ്ങളിൽ റബ്ബുമായിട്ടുള്ള സംസാരം അത് കൂടുതൽ മഹത്വങ്ങളുള്ള ഒരു കാര്യമാണ്. തഹജ്ജുദ് മാത്രല്ലല്ലോ, നമുക്കറിയാലോ ഒഴിഞ്ഞ ഒരു ഫ്രീഡം, ഒരു ഒഴിഞ്ഞ മൈൻഡ് നമുക്ക് ആ നേരത്ത് കിട്ടുമല്ലോ. ഇപ്പൊ എക്സാമൊക്കെ വന്നാൽ കുട്ടികൾ പഠിക്കാൻ ആ പുലർവേള തെരഞ്ഞെടുക്കും. ശരിയാ, നല്ല ഒഴിഞ്ഞ നേരം. മാത്രല്ല കമിതാക്കൾ വരെ ആ നേരം സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് മൊബൈൽ ഫോണാണ്, കമിതാക്കളെ കയ്യിലൊക്കെ ഫോണാണ് അല്ലേ. അപ്പൊ അവര് മൂത്രമൊഴിക്കാൻ ഉണ്ടായിട്ട് എണീറ്റ് അത് കഴിഞ്ഞു വന്നാൽ പിന്നെ വിളിക്കുകയാണ്. കാരണം നല്ല മനസ്സിൽ ഉറക്കുന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലേ, ഈ മലപ്പുറത്തുനിന്ന് വന്ന എനിക്ക് അറിയുള്ളൂ. ആയിക്കോട്ടെ. ഇപ്പൊ ഈയിടെ ഒരു സംഭവം എന്റെ അനുഭവത്തിൽ, ഒരു ഗൾഫുകാരൻ നാട്ടിൽ ലീവിൽ വന്നതാണ്. രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റു. മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ കണ്ണ് മുഴുവൻ തുറക്കുകയോ ചെയ്യൂല. പാതി തുറന്നു വെച്ചിട്ട് പെട്ടെന്ന് മൂത്രമൊഴിച്ച് വന്ന് കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പിന്നെ കിടന്നാൽ ചിലപ്പോൾ ഉറക്കം വരൂല. അപ്പൊ അങ്ങനെ മൂത്രമൊഴിച്ച് തിരിച്ചു വരുമ്പോ വീടിന്റെ അകത്ത് നിന്ന് ഒരു അടക്കി പിടിച്ച സംസാരം. എന്റെ ഭാര്യ ഉറക്കത്തിൽ സംസാരിക്കാണോ? അദ്ദേഹം ഭാര്യയുടെ മുന്നിൽ ചെന്ന് നോക്കുമ്പോ ഭാര്യ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങാം, സംസാരമൊന്നുമില്ല. ഇത് എവിടുന്നാ റബ്ബേ ഈ നേരം ഒരു അശരീരി? വ്യക്തമായി. മുകളിൽ +2 പഠിക്കുന്ന 17 വയസ്സായ പയ്യൻ മുകളിലാണ് താമസം. അവിടുന്നാണ് സൗണ്ട് എന്ന് വാപ്പാക്ക് തിരിഞ്ഞു. വാപ്പ വല്ല സ്വകാര്യമായിട്ട് കോണിപ്പടികൾ കയറി ചെന്ന് നോക്കുമ്പോൾ വാപ്പ കണ്ടത് പാതിരാത്രി കഴിഞ്ഞ ഒരു 1:30 മണിയായ സമയത്ത് ഈ ചെറുപ്പക്കാരനായ 17 വയസ്സുള്ള പയ്യൻ മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. വാപ്പാനെ കണ്ടപ്പോൾ ഫോൺ അങ്ങോട്ട് താഴേക്കെറിഞ്ഞു, പുതപ്പിനുള്ളിലേക്ക് അഭയം തേടി. വാപ്പ വിട്ടില്ല. വാപ്പ ഓടിച്ചെന്ന മൊബൈൽ ഫോൺ നോക്കി, ഡയൽ നമ്പർ നോക്കി. ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചപ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. വാപ്പ ഞെട്ടിത്തരിക്കുകയാണ്. പടച്ചവനെ, ഈ നേരത്തെ എൻ്റെ മകൻ. ഞെട്ടിത്തരിച്ചിട്ട് എന്താ കാര്യം? ബാപ്പ ദുബായിലാണ്, ഉമ്മ അടുക്കളയിൽ പപ്പടം കാച്ചുകയാണ്. 17 വയസ്സുള്ള ചെറുപ്പക്കാരന് വിദ്യാഭ്യാസത്തിലെ പുരോഗതി ആഗ്രഹിച്ച് ബാപ്പ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഇന്റർനെറ്റിന്റെ കണക്ഷനും അവന്റെ ബെഡ്റൂമിൽ തന്നെ ബാപ്പ സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ദുന്യാവേട്ടും പിശാചിട്ടും ഇത്തരം വൃത്തികേടുകളുമായി ബന്ധപ്പെടാൻ സൗകര്യമൊരുക്കിയ പിതാവ് ഉടമസ്ഥനായ റബ്ബുമായി പരിചയപ്പെടാനും ബന്ധപ്പെടാനുമുള്ള ഒരു കണക്ഷൻ മകന് നൽകിയില്ല. നെട്ടിത്തരിച്ചിട്ട് കാര്യമില്ല. ഏതായാലും ആ ടൈം വളരെ ഫ്രീ ആയ നല്ല ഒരു ശാന്തമായ സമയമാണ്, റബ്ബുമായി മുനാജാത്ത് നടത്തുന്ന സമയം. ഫമൻ കാന النوم والاشتغال بالحديث ألذ عنده من مناجاة الله فكيف تصح حبه. ഈ ശാന്തസുന്ദരമായ സമയം, മനസ്സിന് ഏകാഗ്രത കിട്ടുന്ന സമയം, വളരെ ഫ്രീയായ മനസ്സ് കിട്ടുന്ന സമയം. ഫമൻ കാന النوم والاشتغال بالحديث, ആ സമയം ഉറയാണ് ശരിയാവുക. ഭാര്യ അറിയണ്ട, ഭാര്യ പോലും അറിയണ്ട എണീറ്റ് പോണേ. ഈ നിലയിൽ സ്വകാര്യമായ ഒരു ബന്ധം റബ്ബുമായി സ്ഥാപിച്ചെടുക്കുക. നിങ്ങൾക്കറിയോ, അതിന്റെ ആനന്ദലഹരി വളരെ വലുതാണ്. മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ ലബനാനിലെ പർവ്വത നിരകളിലേക്ക് ഇടയ്ക്കിടെ കയറി പോകാറുണ്ട്. ലബനാനിലെ പർവ്വത നിരകളിലേക്ക് എന്തിനാണ് ആ മഹാൻ കയറി പോകുന്നത്? ഒരു വേളയിൽ ആ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വഖദ് നസല മിനൽ ജബൽ, ഇറങ്ങി വരുന്ന രംഗം കണ്ടപ്പോ ആ ബൽഹയിലുള്ള വിശ്വാസികൾ ആ മഹാനോട് ചോദിച്ചു, മിൻ ഐന അഖ്ബൽത, എന്താ നിങ്ങൾ അവിടെ പോകുന്നത്? ഇടയ്ക്കിടെ അവിടെ പോകുന്നുണ്ടല്ലോ, എന്താ അവിടെ, എവിടുന്ന ഈ വരുന്നത്? ഫഖാല മിനൽ ഉൻസി ബില്ലാഹ്, മിനൽ ഉൻസി ബില്ലാഹ്,
എന്റെ നാഥനുമായി ഇടപഴകി, നാഥനുമായി ബന്ധപ്പെട്ട്, നാഥനുമായി മുനാജാത്ത് നടത്തി, നാഥനുമായി മനസ്സുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ ഒരു സൗകര്യം കിട്ടാൻ വേണ്ടി ഞാൻ ആ പർവ്വത നിരകളിലേക്ക് പോയതായിരുന്നു. മിനൽ ഉൻസിബില്ല, പടച്ചവനോട് ഇണങ്ങി പരിചയപ്പെട്ടിട്ട് ഇറങ്ങി വരികയാണ് ഞാൻ. അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഇവരൊക്കെ ദുന്യാവിന്റെ സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹു അപ്പ തിരുത്തു അവരെ. ദുന്യാവിലേക്ക് ശ്രദ്ധ മാറിയാൽ, അതിന്റെ സുഖത്തിലേക്ക് ശ്രദ്ധ മാറിയാൽ അള്ളാഹു ഉടനെ അവരെ വിമർശിക്കും. ഏതുപോലെ ഒരു ഭാര്യയുള്ള ഒരാള് ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നു. ഈ ഇക്കാക്ക ലോകത്ത് അവളല്ലാത്ത വേറൊരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നത് ഭാര്യക്ക് രസിക്കോ? ലോകത്ത് ഏത് ഭാര്യ കഷ്ടപ്പെടുക? ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നു, ഉമ്മാനെ ശ്രദ്ധിക്കുന്ന കേസല്ല, ഒരു വൈകാരികമായ ഒരു ശ്രദ്ധ. ഇത് മറ്റൊരു പെണ്ണിലേക്ക് ഒരു പുരുഷൻ നോക്കുമ്പോ ഭാര്യക്ക് സഹിക്കുവോ? സഹിക്കൂല. സഹിക്കുന്നവൾ യഥാർത്ഥ ഭാര്യയല്ല. അതും പറഞ്ഞ എന്റെ ഭാര്യക്ക് എപ്പോഴും എന്നെ സംശയ ഉസ്താദേ, തിരിയാനും പെയ്യാ മറിയാനും പെയ്യാ, അത് നിന്നോടുള്ള സ്നേഹം കൂടുതലുണ്ട്, അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇഷ്ടപ്പെടൂല. ഇതുപോലെ ഉടമസ്ഥനായ റബ്ബിനെ ശ്രദ്ധിക്കുക, അവനോട് ഹുബ്ബ് വെക്കുക, അവനുമായി മുനാജാത്ത് നടത്തുക. ആ മുനാജാത്തിനും ബന്ധത്തിനും സഹായകമായ നിലയിൽ ഭൗതിക ലോകത്തുള്ള മനുഷ്യരോട് ബന്ധപ്പെടുക. വാപ്പാനോട്, ഉസ്താദിനോട്, മക്കളോട്, നാട്ടുകാരോട്, അയൽക്കാരോട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ആ പടച്ചവനായിട്ടുള്ള ബന്ധം ശക്തമാകാൻ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ നിലവാരത്തിൽ ബന്ധപ്പെടുക. അതില്ലെങ്കിൽ അള്ളാഹു വിമർശിക്കും. നമ്മളെ വിമർശിക്കൂല, ഉന്നതരായ നബിമാരെ ആരിഫീങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു വഹീ നൽകി. യാ ദാവൂദ് ലാ തസ്തഇനിസ് ഇലാ അഹദിൻ മിൻ ഖൽഖി, എന്റെ സൃഷ്ടിജാലങ്ങളിൽ ഭൂമുഖത്തുള്ള ഒരാളെ കണ്ടും ഒരുത്തിയെ കണ്ടും ഒരു വസ്തുവിനെ കണ്ടും നീ മയങ്ങണ്ട, നീ അമിതമായി സന്തോഷിക്കേണ്ട. ലാ തസ്തഇനിസ് ഇലാ അഹദിൻ മിൻ ഖൽഖി, എന്റെ പടപ്പുകളെ നോക്കിയിട്ട്, എന്റെ പടപ്പുകളെ കണ്ടിട്ട് താങ്കൾ മയങ്ങണ്ട, അമിതമായി ആഹ്ലാദിക്കണ്ട, സന്തോഷിക്കേണ്ട. എന്നിലേക്ക് നോക്കി മാത്രം സന്തോഷിക്കുക, എന്നിലേക്ക് മനസ്സ് നേരിടിയിട്ട് മാത്രം മനം കുളിർക്കുക. മുത്തുനബി അങ്ങനെയല്ലേ? ഖുർറത്തു ഐനി ഫിസ്സലാ, ഖുർറത്തു ഐനി ഫിസ്സലാ. എന്റെ പരമാനന്ദം ബിരിയാണി തിന്നോടത്തല്ല. റസൂലുള്ളാഹി പറയാ, എനിക്ക് ഏറ്റവും ഹാപ്പി, വെരി വെരി ഹാപ്പി ഞാൻ എപ്പോഴാ? ഫിസ്സലാ, ഞാൻ നമസ്കാരത്തിലാവുമ്പോഴാ. നമുക്ക് ഏറ്റവും വെറുപ്പോ പണ്ടാറടങ്ങാൻ നരകത്ത് പോകാപ്പത് പോണല്ലോ, മൊയ്ലേരിങ്ങ വഴുതു പറയുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളെ അവസ്ഥ നമസ്കാരത്തിന്റെ. ഈ പരമാനന്ദം ഇത് എന്നിൽ മാത്രമേ പാടുള്ളൂ. ലാ തസ്തഇനിസ് ഇലാ അഹദിൻ മിൻ ഖൽഖി, എന്റെ ഒരു പടപ്പിലും നിങ്ങൾ ആനന്ദം കണ്ടെത്തണ്ട ദാവൂദ് നബിയെ. എന്തുകൊണ്ട്? ഫഇന്നി ഇന്നമാ അഖ്തഉ മിന്നി റജുലൈൻ, രണ്ട് വിഭാഗം ജനങ്ങളോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു, രണ്ട് വിഭാഗം ജനങ്ങളോടുള്ള ബന്ധം ഞാൻ മുറിച്ചിരിക്കുന്നു. മനുഷ്യരിൽ രണ്ട് ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം ഞാൻ മുറിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇത് വഹീന്റെ സന്ദേശമാണ് കേട്ടോ, പൊട്ടക്കഥയല്ല. രണ്ട് വിഭാഗം ആളുകളോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു. ആരാണവർ? റജുലൻ ഇസ്തബ്തഅ സവാബി വൻഖതഅ, എന്നിൽ നിന്ന് കിട്ടുന്ന കൂലി, എന്നിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ വൈകിയല്ലേ കിട്ടൂ എന്ന് കണ്ടിട്ട് ഞാനുമായി ബന്ധം മുറിച്ചു പോയവൻ, ഞാനുമായിട്ട് ബന്ധം മുറിച്ചു പോയവൻ, അവനോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു. ഞാൻ അവനുമായി ഒരു ബന്ധവുമില്ല. ഒരു ഗ്രൂപ്പ് ഏതാ? റജുലൻ ഇസ്തബ്തഅ സവാബി, എന്റെ കൂലി വൈകി കണ്ടു. ശരിയല്ലേ? സ്വർഗോ അതൊക്കെ കാലെത്ര കഴിയും. ഇപ്പൊ ഇവിടെ കള്ളുടിച്ചാൽ അതിന്റെ സുഖം കിട്ടുമല്ലോ. ഇപ്പൊ പലിശക്ക് കൊടുത്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കി അതിന്റെ സുഖം കിട്ടുമല്ലോ. സ്വർഗോ എത്ര കാലം കഴിയണം? ഇതാരും പറയൂലെങ്കിലും ഈ മൈൻഡ് ഉണ്ട് മനുഷ്യന്. അതുകൊണ്ടാണല്ലോ ഈ തെറ്റിലേക്ക് എടുത്തു ചാടുന്നത്, താൽക്കാലിക സുഖത്തിന്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, പെട്ടെന്ന് കിട്ടുന്ന സുഖമാണ് ജനങ്ങൾക്ക് വേണ്ടത്. വതദറൂനൽ ആഖിറ, പിറകെ വരാനുള്ള ആഖിറത്തിന്റെ സുഖം മനുഷ്യർക്ക് വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ എന്റെ കൂലി വളരെ പിറകെ വരുന്ന, വൈകി വരുന്നതാണെന്ന് മനസ്സിലാക്കി ഞാനുമായി ബന്ധം മുറിച്ച ഗ്രൂപ്പിനോട് ഞാൻ തെറ്റിയിരിക്കുന്നു, പിണങ്ങിയിരിക്കുന്നു.
വറജുലൻ നസിയനി ഫറളിയ ബിഹാലിഹി. മറ്റൊരു ഗ്രൂപ്പ് ആരാന്നറിയോ? നസിയനി, എന്നെ മറന്നു. പടച്ചോനെ, നമ്മൾ അള്ളാനെ മറന്നിട്ടുണ്ടോ? ഒരു ദിവസം 10 മിനിറ്റെങ്കിലും അള്ളാനെ ഓർക്കാറുണ്ടോ? വറജുലൻ നസിയനി, എന്നെ മറന്ന ഒരു മനുഷ്യൻ. എന്നിട്ടോ ഫറളിയ ബിഹാലിഹി, അവന്റെ ചുറ്റുപാടുകളിലും അവന്റെ ജോലികളിലും അവന്റെ തൊഴിലുകളിലും അവൻ സംതൃപ്തനായി ജീവിക്കുന്നു. അവന്റെ കമ്പനി, അവന്റെ പണിക്കാര്, അവന്റെ തടിയടപാട്, അവന്റെ കട, അവന്റെ ഓഫീസ്, അവിടെ പോകുന്നു, ചിരിച്ച് ഉല്ലസിച്ച് വീട്ടിൽ വരുന്നു, കുടുംബത്തോടൊപ്പം ഉല്ലസിക്കുന്നു, തിരിച്ചു പോകുന്നു, കാലചക്രം കറങ്ങുന്നു, എന്നെ ഓർക്കുന്നില്ല, മറന്നു. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ ബന്ധമില്ല, അവരോട് ഞാൻ പിണക്കമാണെന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ തിരിഞ്ഞു നോക്കൂല, ഞാൻ അവരെ കാര്യത്തിൽ ഇടപെടൂല, അവരെ കാര്യം ഞാൻ അവരെ തന്നെ ഏൽപ്പിക്കും. അവർക്കൊരു അസുഖം വന്നാലേ ആ വേദന തിന്നുന്ന കാര്യം ഞാൻ അവരെ ഏൽപ്പിക്കും. അവർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാല് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവരെ തന്നെ ഏൽപ്പിക്കും. ഞാൻ കൈവെക്കൂല. അള്ളാഹ് പറയാൻ. അപ്പൊ എല്ലാം അള്ളാന്റെ വിധിയല്ലേ? വിധി തന്നെയാണ്. ഫ്രീ ആക്കി ചില ആളുകളെ തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് വിടലും അള്ളാന്റെ വിധിയാണ്. അള്ള തിരിഞ്ഞു നോക്കി അള്ള നമ്മുടെ കാര്യത്തിലൊന്ന് ഇടപെട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതിനുള്ള ലക്ഷണം എന്താ? ടെൻഷന്റെ തീ തിന്നിരിവിക്കുന്ന ആളുകൾ ഇവരാണ്. ആര്? അള്ള അവരെ കാര്യത്തിലൊന്നും ഇടപെടൂല. കാരണം അള്ള പിണങ്ങിയിരിക്കുകയാണ്. പിണങ്ങിയാ പിന്നെ ഇടപെടും. ഭാര്യ നിന്നോട് പിണങ്ങിയാ പിന്നെ ഇടപെടൂലല്ലോ. ഇടപെട്ടാ പിന്നെ പിണക്കെന്ന് പറയൂലല്ലോ. അള്ള പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പിണങ്ങിയ ആളുകളുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവരെ കാര്യം അള്ളാഹു അവരെ തന്നെ ഏൽപ്പിക്കും. വീട് കയറ്റണോ, കയറ്റിക്കടോ, തെണ്ടിത്തിരിഞ്ഞടോ. നേരെ മറിച്ച് എന്നെ സ്നേഹിച്ച് എന്നെ മറക്കാതെ എന്നെ ഓർത്ത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അനുസരിച്ച മുത്തഖിയാണെങ്കിൽ يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمري قد جعل الله لكل شيء قدرا. സൂറത്തു ത്വലാഖിന്റെ 2-3 ആയത്തുകൾ. അള്ളാനെങ്ങനെ നോക്കി, അള്ളാനെങ്ങനെ ഓർത്ത്, അള്ളാനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആ പടച്ചോനുമായി നിരന്തരം ബന്ധപ്പെടുന്ന മുത്തഖിയാണെങ്കിൽ, എന്നെ മറക്കാത്ത ആളാണെങ്കിൽ അവനാണ് മുത്തഖി. പടച്ചവനോട് പിണങ്ങാത്തവൻ, പടച്ചവന്റെ വെറുപ്പ് സമ്പാദിക്കാത്തവൻ, ആ അല്ലാഹുവുമായി രാത്രിയുടെ യാമങ്ങളിൽ ബന്ധപ്പെടുന്നവൻ, തന്റെ പാപങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുന്നവൻ, അങ്ങനെ നാഥനുമായി ബന്ധം സ്ഥാപിക്കുന്ന മുത്തഖി യജ്അൽ ലഹു മഖ്റജാ, അവന്റെ പ്രതിസന്ധികളിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കാണിച്ചു കൊടുക്കും. പടച്ചോൻ കൈവെക്കാതിരിക്കൂല, കൈവെക്കും. അവനൊരു എടങ്ങാറ് വന്നു, യജ്അൽ ലഹു മഖ്റജ, ആ എടങ്ങാറിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് പണം വേണോ, അവൻ ഊഹിക്കുക പോലും ചെയ്യാത്ത മാർഗേണ അവൻ അള്ളാഹു പണം എത്തിച്ചു കൊടുക്കും. ഒരു പ്രതീക്ഷയില്ലാത്ത മാർഗേണ അള്ളാഹു പണം എത്തിച്ചു കൊടുക്കും. അള്ളാനെ കിട്ടിയാൽ പിന്നെ മറ്റെന്തു വേണം? അല്ല മതിയല്ലോ. ഇന്നല്ലാഹ ബാലിഗു അംരി, ഇത്രയൊക്കെ പറഞ്ഞിട്ടല്ല പറയാ, ഇന്നല്ലാഹു ബാലിഗു അംരി, അവന്റെ കാര്യങ്ങളൊക്കെ റബ്ബങ്ങനെ നടത്തി കൊടുത്തുകൊണ്ടിരിക്കും. ഇന്നല്ലാഹ ബാലിഗു അംരി, അവന്റെ കാര്യങ്ങളൊക്കെ റബ്ബങ്ങനെ നിറവേറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കും. അവന്റെ വസ്ത്രം, അവന്റെ മരുന്ന് അള്ള നോക്കുകയാണ്. അവന്റെ വീടിന്റെ ഒരു ഭാഗം മോശമാണല്ലോ, ബലട്ടയം വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ പണിയണല്ലോ അവന്. അവന്റെ മോനിപ്പോ ഒരു അസുഖം ഉണ്ടല്ലോ, അള്ള നോക്കണം, എന്നിട്ട് ഇടപെടുകയാണ്. ഇങ്ങനെ ഇന്നല്ലാഹ ബാലിഗു അംരി. ഓ, ഇതിലും വലിയ അള്ളയായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ പിന്നെ അള്ളയാണ് നമ്മുടെ കാര്യമൊക്കെ നടത്തുക. അത് മോളെ കെട്ടിക്കണതാണെങ്കിലും ശരി, നമ്മുടെ അസുഖം മാറ്റണം, എന്താണെങ്കിലും ശരി. പടച്ചവരോട് പിണങ്ങിയാലോ അള്ള കൈവക്കൂല, പിണങ്ങിയിട്ട് അങ്ങ് തിരിഞ്ഞു നിൽക്കും. പിന്നെ നമ്മൾ തീ തിന്ന് ജീവിക്കണേ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഉന്നതരായ നബിമാർ, ഉന്നതരായ ഔലിയാക്കൾ, അവർ റബ്ബല്ലാത്ത ആനന്ദത്തിലേക്ക് എപ്പോഴെങ്കിലും പോയാൽ അപ്പൊ അള്ളാഹു അവരെ അടിക്കും, അവരെ ഉണർത്തും, അവരെ വിമർശിക്കും. വഫീ ഖിസ്സത്തി ബുർഖിൻ റളിയല്ലാഹു അൻഹു هو العبد الأسود الذي استسقى به موسى عليه السلام.
ഇസ്രായേലിലെ ഒരു ഔലിയയായിരുന്നു ബുർഹ് റഹിമഹുല്ല. മൂസാ നബിയുടെ കാലത്തുള്ള ഈ ഉമ്മത്തിലെ വലിയ ആരാ? അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ഇതുപോലെ ഇസ്രായേലിലെ ഒരു മഹാപണ്ഡിതനും ജ്ഞാനിയും വലിയുമായിരുന്നു ബുർഹ്. വൽ അബ്ദുൽ അസ്വദ്, അതൊരു കറുത്ത അടിമയായിരുന്നു, തൊലി കറുത്ത ഒരു അടിമയായിരുന്നു ബുർഹ്. പക്ഷേ അദ്ദേഹം റബ്ബിനോടുള്ള ബന്ധം, റബ്ബിന്റെ അടുക്കലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വെച്ച് ഇസ്തസ്ഖാ ബിഹി മൂസ അലൈഹിസ്സലാം, പലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും മഴ ലഭിക്കാതെ വന്നപ്പോ മൂസാ നബി മഴ തേടി പ്രാർത്ഥിച്ചപ്പോ ഈ മനുഷ്യനെ വെച്ച് അല്ലാഹുവോട് തേടി. ശിർക്കല്ലേ? ഇല്ല. മഴ ഇല്ലാതെ വരൾച്ച വന്നാല് മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പോകുമ്പോ നമ്മൾ ഒറ്റക്കല്ല പോണ്ടേ? കൊച്ചു കുട്ടികളെ കൂട്ടണം. ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ കൊച്ചുകുട്ടികൾ ആരും വന്നിട്ടില്ലല്ലോ. ഇല്ല, വേണ്ട. മഴയെ തേടിയുള്ള പ്രാർത്ഥനയ്ക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കൊച്ചു വകതിരിവില്ലാത്ത കുട്ടികളെ കൂട്ടണം. നമ്മുടെ വീട്ടിലുള്ള പൂച്ച, അതുപോലെ ആട്, പശു, ഇതിന്റെ കയറ് പിടിച്ചു പോരണം. ഇതിന് ചിലപ്പോ പഠിച്ചോ ഈ നാക്കാലികളെ കണ്ടിട്ട് മഴ കൊടുക്കൂലെങ്കിൽ ആ പാവങ്ങളെ കണ്ട് കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെയാണ് മഴയെ തേടുന്ന സംഭവം. ഇസ്തസ്ഖാ ബിഹി മൂസാ അലൈഹിസ്സലാം, കലീമുള്ള പ്രാർത്ഥിച്ചു, പടച്ചവനെ ഞങ്ങളൊക്കെ പാപികളാണെങ്കിലും നിന്റെ ദാസനായ ബുർഹുണ്ടല്ലോ ഈ ഭൂമിയിൽ, ഈ പ്രദേശത്ത്, അദ്ദേഹത്തെ നോക്കിയെങ്കിലും മഴ താ റബ്ബേ. അല്ലാഹ് പറഞ്ഞു, യാ മൂസ, മഴ തേടി പ്രാർത്ഥിച്ചത് കൊള്ളാം. ആരുടെ ആവശ്യമാണ് പറഞ്ഞത്? ബുർഹ് അല്ലേ? ഇന്ന ബുർഹൻ നിഅമൽ അബ്ദുഹു വലീ. ബുർഹ് എനിക്ക് പ്രിയങ്കരനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്, അവൻ എന്നെ സ്നേഹിച്ചവനാണ്, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അനുസരിച്ചവനാണ് ബുർഹ്. പക്ഷേ വലാകിൻ ഫീഹി അയ്ബ്, ഒരു ഫാൾട്ട് ഉണ്ട് ഈ ബുർഹിന്. നിങ്ങളൊക്കെ ഇപ്പൊ വലിയ ഔലിയ പാപ്പിയായി കൊണ്ടുനടക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമുണ്ട്. ഇല്ല അന്ന ഫീഹി അയ്ബ, ഒരു അയ്ബുണ്ട് മൂസ. ഫഖാല മൂസ അലൈഹിസ്സലാം, യാ റബ്ബി വമാ അയ്ബുഹു. അദ്ദേഹത്തിന് അയ്ബോ, അദ്ദേഹത്തിന് വൈകല്യമോ, കുറവോ? എന്ത് കുറവാ പടച്ചോനെ? അല്ലാഹ് പറയുന്ന കുറവ് കേട്ടോ. അദ്ദേഹത്തിനുള്ള കുറവ് എന്താന്ന്? എനിക്ക് പ്രിയങ്കരനാണ്, നല്ല മുത്തഖിയാണ്, ഞാൻ കബൂലാക്കിയ ആളാണ്, പക്ഷെ അവനൊരു ഫാൾട്ട് ഉണ്ട് എന്നല്ല പറയാണ് ബുർഹ് റഹിമഹുല്ലക്ക്. എന്താ ഫാൾട്ട്? മൂസാ നബിയെ യുഅ്ജിബുഹു നസീമുൽ അസ്ഹാർ ഫകാന യസ്കുനു ഇലൈഹി. ഇതാണ് തെറ്റ്, ഇതാണ് കുഴപ്പം. പ്രഭാത സമയത്തിന്റെ മന്ദമാരുതൻ, പുലർവേളയുടെ കുളിർക്കാറ്റ്, രാവിലെ അടിച്ചു വീശുന്ന ഒരു സുഖമുള്ള കാറ്റുണ്ടല്ലോ, കാന യുഅ്ജിബുഹു നസീമുൽ അസ്ഹാർ. ഈ കാറ്റ് അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആ കാറ്റ് അയക്കണ എന്നെ അയാൾ കാണാറില്ല. എന്താ ഇത്? തെറ്റാണ്. പുലർവേളയിലെ കുളിർക്കാറ്റ് അതയാൾക്ക് ആനന്ദമാണ്. അതെങ്ങനെ കൊണ്ടിരിക്കുമ്പോ വസ്ത്രമൂരി ആ കാറ്റ് കൊണ്ട് സുഖിച്ചിരിക്കുന്ന നേരത്ത് ആ കാറ്റിന്റെ പിന്നിലുള്ള എന്റെ കങ്ങൾ ബുർഹ് കാണാറില്ല. അത് അയാൾക്കുള്ള ഒരു വൈകല്യമാണ് മൂസ. ഒരു നിയമത്ത് അല്ലാഹ് കൊടുത്തപ്പോ അപ്പൊ അള്ളാഹനെ അങ്ങോട്ട് കാണാതിരുന്നുകൊണ്ട് അപ്പൊ കുറ്റാണ്, കുഴപ്പാണ്. ഒരു സാഹിദിന്റെ ചരിത്രത്തിൽ കാണാം. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യയിൽ ഉദ്ധരിച്ച ചരിത്രം. സാഹിദ് ഭൗതിക വിരക്തിയോടെ ജീവിച്ച ഒരു മുത്തഖി. അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് വീടിന്റെ ഒരു മുറിയല്ല, വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒരു മരക്കൂട്ടത്തിനടിയിൽ ഒരു ടെന്റ് കെട്ടി അവിടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും കഴിച്ചു കൂട്ടുകയാണ് ഈ സാഹിദ്. ഇങ്ങനെ ആരാധന നടത്തി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ഒരു ദിവസം ഫനളറ ഇലാ ത്വാഇരിൻ, ഒരു സുന്ദരി പക്ഷിയെ കണ്ടു. നല്ല അഴകുള്ള തൂവലുള്ള നല്ല പക്ഷി. ആ പക്ഷി നേരെ പറന്നത് അകലെയല്ലാതെ കുറച്ചകലെയുള്ള, ദൂരെയല്ല, ഒരു മരത്തിലേക്കാ പറന്നത്. ആ മരത്തിലേക്ക് നോക്കിയപ്പോ അതിന്റെ കൂട് ആ മരത്തിൽ അത് കൂട്ടിയിരിക്കുന്നു. അത് കൂട്ടിൽ കയറിയിരുന്ന് ശ്രവണ സുന്ദരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, പാട്ടുപാടുന്നു. ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഈ ആരിഫ്, ആരാധന നടത്തുന്ന ആരിഫ് തീരുമാനിച്ചു, മനസ്സിൽ പറഞ്ഞു, ലൗ ഹവൽതു മസ്ജിദി ഇലാ തിൽക ശജറ ഫകുൻതു ആനിസുൻ ബിസൗതി ഹാദ ത്വാഇർ. ഏതായാലും ഈ ദുനിയാവിൽ ഒരു സുഖമില്ല, ഒരു തമാശയില്ല. അതുകൊണ്ട് എന്റെ ഈ പ്രാർത്ഥനാ മണ്ഡപം, എന്റെ ഈ ടെന്റ് ആ പക്ഷിക്കൂടുള്ള മരത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റിയാൽ ഫകുൻതു ആനിസുൻ ബിസൗതി ഹാദ ത്വാഇർ, ആ പക്ഷിയുടെ ശബ്ദം കേട്ട് ആനന്ദിക്കാലോ, ഒരു സുഖം കിട്ടുമല്ലോ, ഇടക്കിടക്കൊക്കെ ഒരു ടൈം പാസ് ആകുമല്ലോ.
ഇങ്ങനെ അയാൾ മനസ്സിൽ തീരുമാനിച്ചു. ഫഅല, അത് നടപ്പിലാക്കി. ഈ ഉള്ള ടെന്റൊക്കെ അഴിച്ചിട്ട് ആ പക്ഷിക്കൂടുള്ള മരത്തിന്റെ താഴ്ഭാഗത്ത് ടെന്റ് കെട്ടി ആരാധന തുടങ്ങിയപ്പോ അന്നത്തെ പ്രവാചകന് അല്ലാഹു വഹി അറിയിക്കുന്നു, നബിയെ, അങ്ങയുടെ സമൂഹത്തിലുള്ള സകല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണല്ലോ. ഒരു മരക്കൂട്ടത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു ഔലിയപ്പാപ്പുണ്ട്, അയാളടുത്ത് പോയിട്ട് പറയണം, നീ ഒരു പടപ്പിനെ കണ്ടിട്ട് നീ മതിമറന്നു, ഒരു പക്ഷിപ്പാട്ടിൽ നീ മയങ്ങിപ്പോയി, ആ പക്ഷിയെ പടച്ച എന്നെ നീ കാണാതെ പോയി. അതുകൊണ്ട് ആയുസിന്റെ ഏറിയ കൂറും ഈ മരക്കൂട്ടത്തിൽ വന്ന് ആരാധന നടത്തി ആത്മീയമായ ഔന്നിത്യങ്ങളിൽ നീ എത്തിയിരുന്നു, ആത്മീയമായ ഉന്നതങ്ങളിൽ നീ എത്തിയിരുന്നു. ഈ ഒരു കാരണത്താൽ ഒരുപാട് പടവുകൾ ഞാൻ നിന്നെ താഴേക്ക് ഇറക്കി വെക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ഇനി നിന്റെ ശിഷ്ടായുസ് മുഴുവൻ അഹോരാത്രം അധ്വാനിച്ചാലും അങ്ങോട്ട് ഇനി നീ എത്തുന്ന പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഒരു ആബിദ് വേറൊന്നും, ഈ പക്ഷിപ്പാട്ട് അങ്ങനെ മതി മറന്ന് അപ്പ ദിക്ർ പോയി, ആ പക്ഷിയുടെ ഉടമസ്ഥന അപ്പാണ്ട് മനസ്സിൽ വന്നില്ല. ഇതുകൊണ്ട് നിന്റെ ആത്മീയ ഔന്നിത്യത്തിൽ നിന്ന് നിന്നെ ഇറക്കി വെച്ചു. ലാ തനാലുഹാ ബിശൈഇൻ മിൻ അമലിക അബദ. അങ്ങട്ടെത്താൻ ഇനി എത്ര പാടുപെട്ടും കാര്യമല്ല. അള്ളാഹുവിന്റെ വഹി. മുസ്ലിയാരെ ഇതൊക്കെ ഇപ്പൊ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഇതിപ്പോ എവിടെ പ്രസംഗിക്കണ്ടേ? ഇതുവരെ ഔലിയാക്കളെ സദസ്സിലും പ്രസംഗിക്കുക എന്നല്ല, ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിപ്പോ ഇങ്ങനെയൊന്നും ആകണ്ട. ഒരു ദിവസത്തില് ദുന്യാവിനെ കുറിച്ച് ആലോചിക്കുന്നതിലേറെ ഉടമസ്ഥനായ പടച്ചവനെ കുറിച്ച് ആലോചിക്കുന്ന ആ മേഖലയിലെങ്കിലും മിനിമം എത്തി പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഒത്തിരി പറയുമ്പോ ഇത്തിരി അങ്ങ് കേറി കിട്ടിയാലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. ദിസ് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.